ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീബി മോസൊക്കെ വലുതായോ എന്ന്. അപ്പോൾ അവരെ ഒന്ന് പുറത്തിറക്കിയപ്പോൾ ചെറുങ്ങനെ അവരുടെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. രണ്ടാളും നല്ല കുസൃതികളാണ്, നല്ല വികൃതിയാണ്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ താഴെ ഇറക്കി കഴിഞ്ഞാൽ ഇവർ രണ്ടാളും പോയിട്ട് ഒരു വകയാക്കും. അതുകൊണ്ട് അകത്തേക്കൊന്നും ഒരു ചെടിയും വെച്ചുകൂടാ. ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഒതുക്കി ഇങ്ങനെ വെച്ചിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ബീബി. ഇപ്പോൾ ഏകദേശം ഇവർ രണ്ടാളും 1 വയസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഒന്ന് കാണിച്ചു തരാം. കുഞ്ഞു ഗാർഡനാണ് കേട്ടോ, ഒരുപാട് വലിയ ഗാർഡനൊന്നുമല്ല ഇവിടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആയിട്ടേ ഉള്ളു വെച്ചിട്ട്. പിന്നെ നമ്മൾ ഒരു മുളകിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മുളക് വിത്ത് പാകുന്നതും അത് ചെടി മാറ്റി നടുന്നതായിട്ടുള്ള നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടിയാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ അന്ന് വിത്ത് പാകിയിട്ടുണ്ടായിരുന്ന മുളകുകളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അന്ന് നമ്മളൊരു തൈ നട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ തൈ ഇപ്പോൾ ഇതാ ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട്. അതിന് ശിഖരങ്ങളൊക്കെ വന്നു, 3 ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പോട്ടൊക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എന്താണെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കുതിർത്ത് വെച്ചതാണ്. ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചോറും പിന്നെ 1 കപ്പ് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചിരകിയതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു തേങ്ങയുടെ വെള്ളം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ മിക്സിയിലേക്ക് ഞാൻ തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയിൽ വലിയ ജാറിൽ ഒന്നിച്ചിടാൻ പറ്റുമെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് അരച്ചാൽ മതി, ഇല്ലെങ്കിൽ 2 ബാച്ചാക്കിയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയാണ് അളവ്. പിന്നെ തേങ്ങേൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട്, അതായത് നെകങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുപാടിട്ട് ലൂസാവുകയും വേണ്ട. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് അരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി. ഒരിക്കലും നമ്മൾ ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർക്കുന്നില്ല. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മറ്റൊന്നുമല്ല, പഞ്ചസാരയാണ്. അത് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും ഈ ദോശ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ദോശയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതിൽ തന്നെ അലിഞ്ഞ് വന്നോളും. മാവ് തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, ഉപ്പ്, ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. അതായത് തൈര് ചേർത്തുള്ള ചമ്മന്തി ഇഷ്ടമാണെങ്കിൽ മാത്രം തൈര് ചേർത്താൽ മതി, അധികം പുളിയുള്ള തൈര് ചേർക്കണ്ട. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചമ്മന്തി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. കാരണം ചമ്മന്തി ഈ ഒരു ദോശയും നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ തൈര് ചേർക്കണ വേണ്ടിയൊന്നും നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാനിലും ചുട്ടെടുക്കാം, പക്ഷേ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ഉണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് കല്ലിൻ്റെ ചൂടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാൻ തന്നെ ഇതുകൊണ്ട് തന്നെ ചുറ്റിച്ചെടുത്താൽ മതി. അല്ലാതെ നമുക്ക് തവ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കേണ്ട, പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് വലിയ ദോശക്കല്ലാണെങ്കിൽ മാവ് ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ലേശം ഒന്ന് കട്ടിയിലാണ് കേട്ടോ, കാരണം ഒരുപാട് വലിയ ദോശക്കല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ. പിന്നെ ഈ ഒരു ദോശയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പിന്നീട് എണ്ണയൊന്നും നമ്മൾ സൈഡിൽ ഉറ്റിച്ച് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം തിരിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതാ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം വളരെ ഈസി ആയിട്ട് പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് തലേന്ന് മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതും ചമ്മന്തിയും നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ, കാരണം ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ചായയുടെ കൂടെ അപ്പാടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.